കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശിനോട് മുത്തശ്ശൻ ചോദിച്ചു, എടാ മോനെ, എന്തെങ്കിലും നടക്കോ, ഇന്നെന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അല്ല അത് മുത്തശ്ശൻ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും അടുക്കളയിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷെ നിനക്ക് എന്തൊക്കെ അറിയാന്നാണല്ലോ നീ പറഞ്ഞേ. നീ ഇടയ്ക്കിടയ്ക്ക് നയനയുടെ കൂടെ ഇവിടെ അടുക്കള കയറാറുണ്ടായിരുന്നല്ലോ, ഇവിടെ നോക്കി നിൽക്കുന്ന കാണാലോ. അല്ല അത് പിന്നെ മുത്തശ്ശൻ എനിക്കറിയാം. അന്നൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ആക്ക്, അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമായി വരുവാന്ന് പറയാം. അത് മുത്തശ്ശ, അത് പിന്നെ ഞാനേ ഈ സാധനങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ലല്ലോ, ഈ പൊടി ഐറ്റംസ് ഒക്കെ അതെവിടെയാന്ന് അറിയില്ല, ഇപ്പൊ ഞാൻ വരാം, ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആദർശ് നൈസായിട്ട് അവിടെ നിങ്ങളുടെ എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ നേരെ നയനയുടെ അടിയിലേക്കാണ് വരുന്നത്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ഇതിപ്പോഴെങ്ങാനും കഴിയുമോ നാം ബ്യൂട്ടീഷ്യനോട് ചോദിക്കുക. കുറച്ച് കഴിയും, അത് കഴിയുമ്പത്തേനും എല്ലാം ഓക്കെ ആ മുത്തശ്ശി എന്ന് പറയാം. വേണ്ടായിരുന്നു ഇതൊന്നും. ഈ സമയം കനക പറഞ്ഞു, അതെന്താ? അല്ല എന്തോ എനിക്ക് അങ്ങോട്ട് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഈ വയസ്സനാം കാലത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നയന പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, ഇതൊക്കെ ഇട്ട് മുത്തശ്ശന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള മുത്തശ്ശിയുടെ മടി കൊണ്ടല്ലേ ഇങ്ങനെയെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോഴാണ് ആദർശിന്റെ വരവ്. ആദർശ് വന്ന് നോക്കിയപ്പോഴത്തേനും എല്ലാവരുടെയും മുഖം ഒരേപോലെ ഇരിക്കുന്നു, ഒരേപോലെ പുട്ടിയിട്ടിരിക്കുന്നു. എന്റെ ഭഗവാനെ, ഇതിനകത്ത് നയന എവിടെയാ പോലും. അങ്ങനെ നോക്കി നോക്കി വന്നു കഴിയുമ്പോഴത്തേനും നയന എവിടെ ഇരിക്കുന്നുണ്ടോ. നയന എന്താ ആദർശേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ദേവേനെ എവിടെ നിന്ന് ചോദിക്കും, നീ എന്താണ് ഇവിടെ കിടന്ന് കറങ്ങുന്നേ, നിനക്ക് അടുക്കള ജോലിയൊന്നും ഇല്ലേന്ന് ചോദിക്കും. അല്ല ഉണ്ടമ്മേ ഉണ്ട്, പിന്നെന്താ കുഴപ്പം? അല്ല അത് പിന്നെ ഞാനേ നയനോട് കുറച്ച് ഡൗട്ട് ചോദിക്കണം. എന്ത് ഡൗട്ട്? അല്ല പൊടി ഐറ്റംസ് ഒന്നും അവിടെ കണ്ടില്ല, അവളല്ലേ എടുത്തു വെക്കുന്നേ. പെട്ടെന്ന് നയന പറഞ്ഞു, അമ്മ ഞാനല്ലേ അതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നേ, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയം ചോദിക്കാൻ വന്നെന്ന് പറയും. അതെ, പൊടികൾ എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മാത്രം മതി കേട്ടോ, വേറെ കൂടുതൽ നീ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറയാം. അവൻ തന്നെ ഉണ്ടാക്കട്ടെ, അവൻ തന്നെയല്ല അടുക്കള എല്ലാരും കൂടെ ചേർന്നുണ്ടാക്കട്ടെ, നമ്മളായിട്ട് ഒരു ഹെൽപ്പും ചെയ്യേണ്ടെന്ന് പറയാം. ശരി അമ്മയെന്ന് പറയാം. ഈ സമയം ആദർശം എന്നിട്ടും പറഞ്ഞു, മോളെ നയനെ ചതിക്കല്ലെന്ന് പറയാണ്. നയന എന്താ വിളിച്ചേ, ഒന്നുകൂടി വിളിച്ചേ. അല്ല ചതിക്കല്ലെന്ന്, അല്ല അതിന് മുമ്പ് എന്തോ ഒന്ന് വിളിച്ചായിരുന്നല്ലോ മോളേന്ന്. ആ മോളെ നയനെന്നുള്ള നയനെ അങ്ങ് മാറ്റിയിട്ടൊന്ന് വിളിക്കാൻ പറയണം. ഇത് സമയമില്ലാത്ത സമയത്ത് വിളിക്ക്, മോളേന്ന് വിളിക്കുക. ഒരു 3-4 വട്ടം വിളിക്കാൻ പറയണേ, എംപോസിഷൻ കൊടുക്കുന്നവർക്ക്. അങ്ങനെ 3-4 വട്ടം ആദർശ് വിളിക്കുകയാണ്. അതെ, എനിക്കൊരു ഉപകാരം ചെയ്തോണേ. എന്താ? അത് പൊടി ഐറ്റംസ് എവിടെയാ ഇരിക്കുന്ന അറിഞ്ഞാൽ മാത്രം പോരാ, ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നും കൂടെ ഒന്ന് പറഞ്ഞോന്ന് പറയാം. ആഹാ, അപ്പൊ അങ്ങനെ വരട്ടെ, അതാണ് കാര്യമില്ലേ. എനിക്കറിയായിരുന്നു എന്തെങ്കിലും കുതന്ത്രമൊക്കെ ആയിട്ട് വരുമെന്ന്. അല്ല നീ ഒന്ന് പറഞ്ഞു തന്നാ മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇയർബഡ്സ് വെച്ചിട്ടേ ഞാൻ നിന്നെ വിളിക്കാം, അപ്പൊ നീ എനിക്ക് പറഞ്ഞാൽ മതി എന്തൊക്കെ ചെയ്യണം, എത്രയൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള. അല്ല പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചോ? പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ബാക്കി നീ പറഞ്ഞു തന്നാൽ മാത്രം മതി. ഇതിനൊക്കെ ചെലവുണ്ട് അറിയാലോ, അതെന്ത് വേണം ഞാൻ ചെയ്യാം, ഇപ്പൊ നാണക്കേടിന്ന് രക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറയാം. ശരിയെന്ന് പറയാം. പിന്നെ ആദർശ് അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ കുറച്ച് പച്ചക്കറി എല്ലാം കൂടിയിട്ട് വഴട്ടിക്കൊണ്ടിരിക്കുക. ഭാബി പറഞ്ഞു, ഇതേ മുത്തശ്ശ, അത് കരിയുന്നുണ്ട്, മണം വരുന്നുണ്ടെന്ന് പറയണേ. മണമോ? എനിക്ക് വരുന്നില്ലോ. ഈ സമയം അജയൻ വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛ അതെ, അത് മൊത്തം കരിഞ്ഞു പോയെന്ന് പറയാം. അയ്യോ, ഇനിയിപ്പോ ഇതൊന്നിനും കൊള്ളത്തില്ലല്ലേ എന്ന് പറയണം. ശരി, എന്ത് ചെയ്യാനടാ, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്ത് ഒരു പരിചയമില്ല. പണ്ടായിരുന്നെങ്കിൽ മൂർത്തി സ്റ്റൂഡിയോ നല്ല തിരക്കുള്ള സമയം ഞാൻ മാത്രമല്ല എൻ്റെ ആദ്യകാലത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ. ആ സമയത്തൊന്നും അടുക്കള കയറാനുള്ള സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം ഒന്ന് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതോടുകൂടി പെട്ടെന്ന് പറയാം. അപ്പോഴങ്ങോട്ട് ആദർശ് വരുന്നേ, എടാ ആദർശേ, ഇത്ര സമയം വേണോടാ നിനക്ക് പൊടി ഐറ്റംസ് ഒക്കെ എവിടെ ഇരിക്കണേന്ന് അതിനോട് ചോദിക്കാനായിട്ട്? അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അറിയണം. അല്ല ഇന്നെങ്ങാനും വലുത് ആകുമോന്ന് ജയൻ ചോദിക്കാം. ഇപ്പൊ തന്നെ ആകും. ഈ സമയം അനിയോട് പറഞ്ഞു, നീ എന്തെടുത്തിരിക്കുക? ഇഞ്ചി വെളുത്തുള്ളിക്കാൻ ചതക്കടാന്ന് പറയണേ. ദേ ഇപ്പൊ ഞാൻ ചതക്കേട്ടാന്ന് പറഞ്ഞിട്ട് ചതയ്ക്കുവാണ്. പിന്നീട് നയനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ നയനെ ഫോൺ എടുത്തു. നയനെ ഫോൺ തിരിച്ചു. അല്ലാതെ ചേട്ടാ എങ്ങനെയായി? പച്ചക്കറി എല്ലാം റെഡിയാക്കിയില്ല? എനിക്കും എല്ലാം റെഡിയാക്കി, നീ ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറയാം. അതെ, ഇപ്പൊ തന്നെ പറഞ്ഞു തരാം കേട്ടോ. പിന്നീട് കാര്യമുണ്ട്, ആ മോളെ എന്നുള്ള വിളി അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണം, ആ പേര് മറക്കണ്ടെന്ന് പറയണം. ശരി ശരി, ഞാൻ വിളിച്ചോളാന്ന് പറയാം. അങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കും ഓരോന്ന് എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു ജ്യൂസ് കൊണ്ടെത്താണെന്ന് പറയാം. ജ്യൂസോ? അതെ, അത് വെറൈറ്റി ജ്യൂസ് കൊണ്ട് തന്നാൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പില്. അതിപ്പോ വെറൈറ്റി ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനത്തെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ തന്നെ ആദർശേട്ടൻ ചെയ്താൽ മതി എന്ന് പറയാം. ശരിയെന്ന് പറയാം. അങ്ങനെ ആദർശ് പറഞ്ഞതേ, ആദ്യം നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം അവർക്കെന്ന് പറയണം. അഭി ചോദിച്ചു, ജ്യൂസോ? അതെ, ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് മാംഗോസും കുറച്ച് ആപ്പിളും ഒക്കെ എടുത്ത് കഴുകാൻ പറയണം. മുത്തശ്ശൻ ചോദിച്ചു, ഇതെന്തിനാ രണ്ടും കൂടെ ഒരുമിച്ച് കഴുകുന്നേ? അതൊക്കെയാണ് മുത്തശ്ശ, നമ്മൾ നല്ല നല്ല ടേസ്റ്റോട് കൂടി വേണ്ടേ അവർക്ക് ജ്യൂസൊക്കെ കൊടുക്കാനായിട്ട് എന്ന് പറയാണ്. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു. ജ്യൂസൊക്കെ ആയിട്ട് നേരെ ചെല്ലുവാണ്.
ഈ സമയത്ത് ദേവേനിക്കാണെങ്കിൽ ആദർശ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ജ്യൂസ് എല്ലാവർക്കും കൊടുത്തു. നയനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കണം. നയന പെട്ടെന്ന് പറഞ്ഞു, ആദർശേട്ടാ ഇങ്ങോട്ട് നോക്ക്, എന്റെ കൈ കണ്ടില്ല, എന്റെ കൈക്ക് അത് മൈലാഞ്ചി ഇട്ട് വെച്ചിരിക്കുന്ന, പിന്നെ ഞാൻ എങ്ങനെ ജ്യൂസ് കുടിക്കണമെന്ന് ചോദിക്കും. ആദർശപ്പെട്ടു. ഒരു കാര്യം ചെയ്യേ, ആദർശാണ് എനിക്ക് അത് ചുണ്ടോടെ അടുപ്പിച്ച് തരാൻ പറയാണ്. പെട്ടെന്ന് ആദർശം ചുറ്റും നോക്കി, അമ്മയും ബാക്കി എല്ലാവരും ഇരിക്കുക, എന്താ മടിയുണ്ടോന്ന് ചോദിക്കും. ആദർശം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവള് ആ കറിക്കൂട്ടുകളൊന്നും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ആദർശപ്പെട്ടു. ആദർശ് പതുക്കെ എടുത്തിട്ട് അത് നയനയ്ക്ക് കൊടുക്കുവാണ്. ഇത് കാഴ്ച കണ്ടപ്പോൾ ജലജ പെട്ടെന്ന് ദേവേനോട് പറഞ്ഞു, തെങ്ങ് നോക്കി എടുത്തി ഇതേ കാണുന്ന കാഴ്ച കണ്ടോന്ന് പറയാണ്. ദേവേനെ നോക്കി ദേവേനയ്ക്ക് സഹിച്ചില്ല. ദേവേന്റെ പറഞ്ഞു, നീ എന്തിനാ, അവൾക്ക് എന്റെ കൈയില്ലേ, അവള് തന്നെ എടുത്ത് കുടിക്കില്ലേന്ന് ചോദിക്കാം. അല്ലമ്മ, അവളുടെ കൈ മൈലാഞ്ചി ഇട്ടേക്കും, അതുകൊണ്ടോ? ഹോഹോ, അവള് മനഃപൂർവ്വം മൈലാഞ്ചി ഇട്ട് വെച്ചിരിക്കുന്ന, നിന്നെ കൊണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യിക്കാണെന്ന് പറയാം. എന്റെ അമ്മേ ഒന്ന് മിണ്ടാതിരിക്കാന്ന് ചോദിക്കുക. ഈ സമയം നായന പറഞ്ഞു, അതൊന്നും ആദർശേട്ടൻ കാര്യാക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ ഉള്ളതാ, അമ്മയുടെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയാം. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ മോളെ നിനക്ക്? ആ മനസ്സിലായി, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദർശേട്ടൻ ധൈര്യമായിട്ട് അടുക്കളയിലേക്ക് പൊക്കോളാൻ പറയാം. അങ്ങനെ ആദർശ് അടുക്കളയിലേക്ക് ചെന്നു. പിന്നെ ഓരോരുത്തരോട് ഓരോന്ന് കൽപ്പിക്കുവാണ്, അതെടുക്കുക ഇതെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സമയം അബി എന്ത് ചെയ്യാണ്? അബി അവിടെ കയറിയിരിക്കുക. ഈ പെട്ടെന്ന് തന്നെ മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു, നീ എന്താണ് അബി അങ്ങനെ കയറിയിരിക്കണേ? ഇവിടെ ജോലി എന്തെങ്കിലും ചെയ്യാൻ മേലേ? ഓ എടാ, ജ്വല്ലറി നിന്നെ കൊണ്ടേ വിട്ടിട്ട് അവിടെ നീ ഒരു പരാജയമായിരുന്നു. എടാ, അടുക്കളയിൽ എന്തേലും ജോലി ചെയ്യടാ, ഇവിടെയെങ്കിലും നിന്റെ കഴിവൊന്ന് നീ കാണിക്കുക എന്ന് പറയാം. ഈ സമയം അബി പറഞ്ഞു, എനിക്കറിയില്ല മുത്തശ്ശൻ ഉണ്ടാക്കാണെന്ന് പറയാം. എടാ, അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയല്ലേ എല്ലാവരും ഓരോന്ന് പഠിക്കുന്നേ, എല്ലാവരും പഠിച്ചു വന്നിട്ടാണ് അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ ഒരു പ്രാവശ്യം ഉപ്പിച്ചിട്ട് കൂടുതലിട്ടാൽ നമുക്ക് പിന്നെ മനസ്സിലാവും അടുത്ത തവണ ഇത്ര സാധനത്തിന് എത്ര ഉപ്പ് അധികം ഇടണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നേ, അല്ലാതെ എല്ലാവരും ഇത് പഠിച്ച് പാസ്സായിട്ടല്ലെന്ന് പറയും. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അത് മുത്തശ്ശനൊക്കെ നിന്ന് തന്നാൽ മതി, ഞാൻ എല്ലാ പണികളും ചെയ്തോളാം. അബി ഒരു കാര്യം ചെയ്യ, നിനക്കൊന്നും പറ്റില്ല, നീ ആ പാത്രം ഒക്കെ എടുത്തുകൊണ്ട് കഴുകാൻ പറയാം. അബിക്ക് നല്ല ദേഷ്യം വന്നു, പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അബി പാത്രം കഴുകാണ്. ഈ സമയം ആദർശിന്റെ പൊടി ഐറ്റംസും എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ്. മുത്തശ്ശൻ പറഞ്ഞു, നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ആദർശ്, ഞാൻ എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയണേ. ജയൻ പറഞ്ഞു, എങ്ങനെയാച്ചാ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുക്കള വരാറുണ്ടല്ലോ, നയനമോൾ ഓരോന്നും ചെയ്യുന്ന അവൻ കണ്ടു പഠിക്കാറുണ്ട്, അതുകൊണ്ടായിരിക്കും അവന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതെന്ന് പറയാം. ഈ സമയം അനി ഇങ്ങനെ നോക്കുവാണ്. ആദർശന്റെ ചെവിയിൽ ഇയർബഡ്സ് ഉണ്ടല്ലോ, എന്തോ കള്ളക്കളിയുണ്ട്, അല്ലെങ്കിൽ ആദർശൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത്ര പെട്ടെന്ന് കുക്കൊന്നും ചെയ്യാൻ വഴിയില്ല. ഈ സമയം ആദർശൻ ശരി ഓക്കെ എന്നൊക്കെ പറയാണ്. അനി ചോദിച്ചു, എന്താട്ടാ ഏട്ടൻ ആരോട് സംസാരിച്ചിരിക്കും? ഞാൻ സംസാരിച്ചു. ഞാൻ സംസാരിച്ചൊന്നുമില്ല, ഞാൻ ഇയർബഡ്സ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുന്നു. പാട്ട് കേൾക്കുവാണെങ്കിലേ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് നല്ല സ്പീഡ് ഉണ്ടെന്ന് പറയാം. അതെ നയനേച്ചി ഉള്ളതുകൊണ്ട് കൊള്ളാന്ന്. എന്താണ് നീ പറഞ്ഞേ? അല്ല, നയനേർത്തി ഉള്ളതുകൊണ്ടല്ലേ ആദർശാണ് ഈ പാചകമൊക്കെ പഠിച്ചേ, അതൊന്നും ഞാൻ പറഞ്ഞാന്ന് പറയണം. മനസ്സിലായെന്ന് പറയാം. ഈ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എന്തായാലും ആദർശന്റെ കഴിവിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അവനുണ്ടാക്കിയ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മുത്തശ്ശിയുടെ അഭിപ്രായം പറയുകയും ചെയ്തു. മുത്തശ്ശി പറഞ്ഞായിരുന്നു ആദർശനോട് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ നയനിക്കും ദേവേനിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നയന പറഞ്ഞതേ അതിന്റെ ക്രെഡിറ്റ് എനിക്കുള്ളതെന്ന് പറയാം. അതെങ്ങനെ ക്രെഡിറ്റ് നിനക്കുള്ളതാവും? അല്ല പിന്നെ ഞാനുള്ളത് പറഞ്ഞെന്ന്. പിന്നെ ഉണ്ടാക്കി ഞാനല്ലേ, ഉണ്ടാക്കുന്നില്ലെന്നൊരു കാര്യമില്ല, കാരണം അതിന്റെ റെസിപ്പി മൊത്തം പറഞ്ഞു തന്ന ആരാ അത്ര ടേസ്റ്റ് ആക്കാനായിട്ട്? മനസ്സിലായി. ഇതൊക്കെ ആദർശന മനസ്സിലൂടെ കടന്നു പോവാ. ഒരു പക്ഷെങ്കിൽ അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് നാണം കെട്ട് തൊലിയൊരിഞ്ഞ് എല്ലാവരുടെ മുന്നിൽ നിൽക്കേണ്ട വന്നേരം. പിന്നീട് കാണിക്കുന്ന മേക്കപ്പ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു. മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയും അവെല്ലാം കൂടെ എഴുന്നേക്കുവാണ്. പരസ്പരം പോയി കണ്ണാടിക്കകത്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇപ്പൊ കണ്ട സിനിമാ നടിമാരെ പോലെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നേരെ വരുവാണ്. അങ്ങനെ ഹാളിലേക്ക് വരുന്ന സമയത്താണ് മൂർത്തി മുത്തശ്ശനും അവരെല്ലാരും കൂടെ വരുന്നേ. അങ്ങനെ ഇവരുടെ ഈ വേഷവിധാനങ്ങളും ഇവരുടെ കോസ്റ്റ്യൂംസ് എല്ലാം കൊണ്ട് ഒരു നിമിഷം അന്തം വിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ആദർശയ്ക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.